ലയൺസ് 318D, 318E ഡിസ്ട്രിക്റ്റുകളിലെ 11 ക്ലബ്ബുകൾ അഹല്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന വിഷൻ 365 പെർമനന്റ് പ്രൊജക്ടിന് തുടക്കമായി. പദ്ധതിയിലൂടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സൗജന്യ നേത്ര ചികിത്സ ലഭ്യമാക്കും. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അശോകൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വളരെ ഗംഭീരമായി ഇതേമാതിരി കോർഡിനേറ്റർ ബിജു പോർത്തൂരായിരുന്നു വിഷന്റെ കോർഡിനേറ്റർ. വളരെ ഗംഭീരമായി തന്നെയായിരുന്നു കഴിഞ്ഞ വർഷവും വിഷന്റെ പ്രോഗ്രാം നടന്നിരുന്നത്. അന്നും ശ്രീറാം ഇതേമാതിരി നല്ലൊരു കോർഡിനേറ്ററായി എല്ലാ ക്ലബിലെയും പ്രതിനിധികൾ ഒന്നിച്ചു കൊണ്ടുപോയിക്കൊണ്ട് ഇതേമാതിരി അഹല്യയിലെ നേരത്തെ പറഞ്ഞ മാതിരി സർജറികളും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാൻ ഒരു സംവിധാനം ഒരുക്കി എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്നതാണ്. അതുപോലെ ഈ വർഷവും ശ്രീറാം 2 ദിവസം മുമ്പേ എന്നെ പറഞ്ഞിരുന്നു അതേമാതിരിയുള്ളൊരു പ്രോഗ്രാമാണ് ഈ വർഷം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഞാൻ പറയുന്നത് എന്താ, എനിക്ക് ഒരു നിർബന്ധം എന്താ വെച്ചാൽ നമ്മൾ ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയാണ് നമുക്ക് ആവശ്യം. തീർച്ചയായിട്ടും ആരൊക്കെയാണോ നമുക്ക് കിട്ടേണ്ടത്, വ്യക്തമായി കിട്ടേണ്ട വ്യക്തികൾ ആരാണോ അവർക്ക് ശരിക്കും നമുക്ക് ആ ഈ പ്രൊജക്റ്റ് എന്താണോ അത് എത്തിക്കാൻ നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ വിജയം. ഇപ്പോൾ ഡിസ്ട്രിക്റ്റിൽ നമുക്ക് 8 പ്രൊജക്റ്റാണ് ഈ വർഷം. സാധാരണ 4-5 പ്രൊജക്റ്റുകളാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇപ്പോൾ 8 പ്രൊജക്റ്റിലായി കഴിഞ്ഞു. അതിലൊരു പ്രൊജക്റ്റാണ് നമ്മുടെ വിഷൻ. 8 പ്രൊജക്റ്റ് പറയുമ്പോൾ ഒന്ന് ചൈൽഡ്ഹുഡ് ക്യാൻസറും, അതുപോലെ ഹങ്കർ ഹ്യൂമാനിറ്റേറിയൻ വന്നു ഡിസ്ട്രിക്റ്റിൽ, പിന്നെ ഡയബറ്റിക് വന്നു, ഡിസാസ്റ്റർ വന്നു, വിഷൻ, അതുപോലെ എൻവയോൺമെൻറ്റ്, അങ്ങനെ 8 പ്രൊജക്റ്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ വർഷം 8 പ്രൊജക്റ്റും നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്, മെൻ്റൽ ഹെൽത്ത് അടക്കം. അപ്പോൾ 8 പ്രൊജക്റ്റും റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഒരു ക്ലബിന് നമുക്ക് അവാർഡ് കിട്ടുന്നത്. പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീറാം പദ്ധതി വിശദീകരിച്ചു. സോൺ ചെയർപേഴ്സൺ MVR മേനോൻ, ZC അർജുനൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ലേഡീസ് സർക്കിൾ ജോയിന്റ് സെക്രട്ടറി അംബിക നന്ദി പറഞ്ഞു. 318 ഈ ക്ലബ്ബുകൾ കൂടി പങ്കാളികളാകുന്ന ഇത്തരമൊരു സംയുക്ത പദ്ധതി ഡിസ്ട്രിക്റ്റിൽ ആദ്യമാണെന്ന് ശ്രീറാം അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.